ജിബിന് നിലവിൽ അവിടെ തീ അണയ്ക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ടോ? സുഹൈൽ, ഇതുവരെയും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചില്ല. പക്ഷേ നിയന്ത്രണ വിധേയമാണ്. നേരത്തെ നമ്മൾ കണ്ട സ്ഥലങ്ങൾ, അതായത് ആദ്യഘട്ടത്തിൽ ഈ തീ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ തീ ഇപ്പോൾ അണങ്ങിയിട്ടുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല മഴക്കോളുണ്ട് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് ഈ മുക്കുന്നി മല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത്. അത് മാത്രമാണ് ഒരു ആശങ്കയുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും കാറ്റ് വീശുകയാണെങ്കിൽ ഇവിടെ നിന്ന് മറ്റ് അയൽവക്കത്തുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി ഈ തീ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഈ മുക്കുന്നി മല എന്ന് പറയുന്നത് ഏകദേശം 1000 ഏക്കറാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. ഇതിന്റെ ഒരു വശത്ത് എയർഫോഴ്സിന്റെ റഡാർ സംവിധാനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. മറുവശത്ത് കരസേനയുടെ ഒരു ഓഫീസ് കൂടിയുണ്ട്, കരസേനയുടെ സ്റ്റേഷൻ കൂടിയുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംഘം കൂടി ഈ സ്ഥലത്തേക്ക് എത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മോട് എയർഫോഴ്സിന്റെ വിംഗ് കമാൻഡറാണ് സംസാരിച്ചത്. വിംഗ് കമാൻഡർ സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് പാണ്ഡ 24 സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, എയർഫോഴ്സിന്റെ വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും എല്ലാം സജ്ജമാണ്. പ്രത്യേകിച്ച് ഇനി തീ കൂടുതൽ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ ഇറക്കാമെന്നുള്ള ഒരു കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. കാരണമായി പറയുന്നത് 2017 ഈ മുക്കുന്നി മലയിൽ സമാന രീതിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ കേരള ഫയർഫോഴ്സിന് സാധിച്ചില്ല. ആ സമയത്തും എയർഫോഴ്സിന്റെ കൈവശമുള്ള ഹെലികോപ്റ്ററുകൾ ഇവിടെ തീ അണയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അതുപോലെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ മുക്കുന്നി മലയുടെ താഴോട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ എയർഫോഴ്സിന്റെ റഡാർ സംവിധാനമുള്ള പ്രദേശം, മറുവശം കരസേനയുടെ ഫയറിംഗ് സ്റ്റേഷൻ. ആ ഭാഗത്തേക്ക് ഈ തീ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എയർഫോഴ്സ് സജ്ജമാണ്. അവരുടെ വാഹനങ്ങളെല്ലാം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ് എയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിയോട് കൂടി തുടങ്ങിയ തീപിടുത്തമാണ് ഇപ്പോഴും ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് തീ അണച്ച് മറുഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഈ കാറ്റിന്റെ ശക്തിയിൽ ഈ തീപ്പൊരികൾ മറ്റു ഭാഗത്തേക്ക് വീണുകൊണ്ട് തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഫയർഫോഴ്സിന് ഇപ്പോൾ ഏറെക്കുറെ ഈ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസമായ കാര്യം. സുഹേൽ, No, Air Force vehicle is ready. As per requirement, we will support. We are already on alert. We are ready. I have come here to check whatever support might be required. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.